മൂന്നാർ ജുമാ മസ്ജിദിലെ ഔഷധക്കഞ്ഞിക്ക് ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യവും ചരിത്രവുമുണ്ട്. ആദ്യ നാളുകളിൽ കച്ചവടക്കാരായി എത്തിയിരുന്ന ഇസ്ലാം മത വിശ്വാസികൾക്ക് വേണ്ടിയാണ് നോമ്പ് കാലത്ത് കഞ്ഞി വിതരണം ആരംഭിച്ചത്. ഇന്ന് നാനാജാത മതസ്ഥർ ഈ ഔഷധക്കഞ്ഞിയുടെ രുചി അറിഞ്ഞ് മടങ്ങുന്നു. ഇതാണ് മൂന്നാറിലെ ജുമാ മസ്ജിദ്. ഈ നോമ്പ് കാലത്ത് ഈ പള്ളിയുടെ ഒരു ചരിത്രം പറയാനുണ്ട്. അത് ഇവിടെ വിതരണം ചെയ്യുന്ന കഞ്ഞിയുടെ ചരിത്രമാണ്. മതേതരത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും രുചിയാണ് ഈ കഞ്ഞിയെ വ്യത്യസ്തമാക്കുന്നത്. $120 വർഷത്തിലേറെ പഴക്കമുണ്ട് മൂന്നാർ ജുമാ മസ്ജിദിന്. ആദ്യം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ നിന്നും കച്ചവടത്തിനെത്തിയ ഇസ്ലാം മത വിശ്വാസികൾക്ക് വേണ്ടിയാണ് കഞ്ഞി തയ്യാറാക്കാൻ തുടങ്ങിയത്. പിന്നീട് ഇത് നാടിന്റെ ഔഷധക്കഞ്ഞിയായി മാറി. ഈ പള്ളി തുടങ്ങിയ കാലത്ത് നിന്ന് കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഇപ്പോൾ ചില ആൾക്കാർ, പുറത്തുള്ള ആൾക്കാർ ഇച്ചിരി കുറവാണ്. പണ്ടൊക്കെ ഇവിടെ മൂന്നാറിലുള്ള എല്ലാ മതക്കാരും ഇവിടെ കഞ്ഞി മേടിച്ചുകൊണ്ട് കൊണ്ടുപോകും. ഇതിനകത്ത് വേറെ ജാതി മതമൊന്നുമില്ല. രാവിലെ 10 മണിക്ക് കഞ്ഞി തയ്യാറാക്കാൻ തുടങ്ങും. പച്ചരിയും ഉലുവയും വെളുത്തുള്ളിയും ഒക്കെ ചേരുന്ന കൂട്ടാണ് ഇതിനെ ഔഷധക്കഞ്ഞിയാക്കി മാറ്റുന്നത്. നമ്മുടെ മൂന്നാറിൻ്റെ ഒരു മാനവ സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണിത്. നാനാവിധ മതസ്ഥരും ഇവിടെ വരികയും എല്ലാ റമദാനുകളിലും 300ഓളം ആളുകൾക്ക് ഇവിടെ കഞ്ഞി തയ്യാറാക്കുന്നുണ്ട്. വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 5:30 മുതൽ കഞ്ഞി വിതരണം തുടങ്ങും. ജാതിമത ഭേദമന്യേ മൂന്നാറിലെ ജനങ്ങൾ പാത്രങ്ങളുമായി എത്തി കഞ്ഞി മേടിച്ചു മടങ്ങും. ഞാനൊരു 30-30 ഗ്രാമായിട്ട് ഈ കഞ്ഞിയൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള, നല്ല പറഞ്ഞാൽ ഇതേപോലെ ഔഷധ ഗുണമുള്ള സാധനമാണ്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്കും ഈ നോമ്പ് കാലത്ത് ഈ കഞ്ഞി ഒരാശ്രയമാണ്. ഇവിടെ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു സ്നേഹ ആദരവ് ഈ കഞ്ഞി വിതരണത്തിന് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട്. ഇനിയും അത് തുടരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.